ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം കുക്കർ എടുക്കുക. കുക്കറിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതിനായി കുക്കർ എടുത്തതിന് ശേഷം കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക കേട്ടോ. സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം വേണം. അതിനുശേഷം ഈ ജിഞ്ചർ ഗാർലിക് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായി അരിഞ്ഞതിന് അതിലേക്ക് ഇടുക. അതിനുശേഷം സവാള നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ വളരെ ഹെൽത്തി ആയതുകൊണ്ട് തന്നെ ഓയിൽ വളരെ കുറച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കണ്ടാൽ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ചെറിയ പീസസായി കട്ട് ചെയ്ത് ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്യണം. ടൊമാറ്റോ റൈസിൽ ടൊമാറ്റോ കുറവെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ ഞാൻ കുറച്ചത് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് കാരണം അരിഞ്ഞത് കുറച്ചേ ഉള്ളൂ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വരണം. അതുപോലെ നല്ല വഴഞ്ഞ് വരുന്ന ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം കേട്ടോ വഴറ്റാൻ. ഈ ഒരു പരുവം ആയതിനു ശേഷം നമുക്കിനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയാനാവുന്ന സമയത്ത് എന്നുവെച്ചാൽ നല്ലപോലെ ഒന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമണം ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ആ ടൊമാറ്റോൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലപോലെ അതൊന്ന് തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ എന്ന് വെച്ചാൽ ടൊമാറ്റോൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഒഴിച്ച എണ്ണയുണ്ടല്ലോ അത് മുകളിലോട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ആവശ്യത്തിന് മല്ലിയില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നന്നിട്ട് നല്ലപോലെ തന്നെ വഴറ്റും. ഇതുപോലെ കുറുകിയ പോലെ ആവുന്ന സമയത്ത് എന്ന് വെച്ചാൽ ടൊമാറ്റോൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ കുറുകിയ ഒരു രീതിയിൽ വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തിട്ട് ഞാൻ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് ഒഴിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് റൈസാണോ എടുക്കുന്നത് ആ റൈസിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം വെള്ളം നല്ല തിളച്ചതിന് ശേഷം നമ്മൾ അരി അതിലേക്ക് ആഡ് ചെയ്യാണ്. അരിയും ഏകദേശം തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഓക്കെ, നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞതാ ഒന്നാമത്തെ വിസിൽ വന്നു, അടുത്ത 2ാമത്തെ വിസിലും വന്നു. നമുക്കിനി തുറന്ന് നോക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട്